നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് സ്ഥാപിക്കാൻ തമിഴ്നാട് ഉന്നയിക്കുന്ന വാദങ്ങളും അതിനുള്ള കേരളത്തിന്റെ മറുപടിയും നമ്മൾ കേട്ടുകഴിഞ്ഞു. കേവലം 50 വർഷത്തെ ആയുസ് മാത്രം പ്രതീക്ഷിച്ച് നിർമ്മിച്ച ഡാം 128 വർഷങ്ങൾ പിന്നിട്ട് കേരളത്തെ ഒന്നാകെ ഇല്ലാതാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള ജലബോംബായി നിലനിൽക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് ആശങ്ക കാലാവധി കഴിഞ്ഞ അണക്കെട്ടിന്റെ താഴത്തെ പ്രദേശത്ത് താമസിക്കുന്ന 5 ലക്ഷം ജനങ്ങളാണ്. പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന് കേരളം പറയുമ്പോൾ തമിഴ്നാട് ഇടയുന്നതിന് കാരണമുണ്ട്. ലോകത്തെ പഴക്കമേറിയതും ഏറ്റവും ഉയരമുള്ളതുമായ ഗ്രാവിറ്റി ഡാമാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1887 നിർമ്മാണം ആരംഭിക്കുകയും 1896 പൂർത്തിയാക്കുകയും ചെയ്ത ഡാം വിശാഖം തിരുനാൾ മഹാരാജാവിനെ സമ്മർദ്ദത്തിലാക്കി തമിഴ്നാടിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. തമിഴ്നാടിന്റെ വരൾച്ച ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഡാം നിർമ്മിച്ചത്. മുല്ലയാറും പെരിയാറും സംഗമിച്ച് ഒറ്റ നദിയെ തീരുന്നു. ഈ നദിയിൽ ഡാം കെട്ടി വൈഗ നദിയിലേക്ക് ഒഴുക്കിവിടാനായിരുന്നു പ്ലാൻ. മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് നിർമ്മിക്കാനും ജലം സംഭരിക്കാനും ടണൽ വഴി വെള്ളം കൊണ്ടുപോകാനുമായി 8000 ഏക്കർ വനഭൂമി പാട്ടക്കരാർ അനുസരിച്ച് കേരളം തമിഴ്നാടിന് വിട്ടുകൊടുത്തു. 999 വർഷത്തേക്കാണ് കരാർ ഒപ്പിട്ടത്. നിരാശനായ വിശാഖം തിരുനാൾ മഹാരാജാവ് തന്റെ ഹൃദയരക്തം കൊണ്ടാണ് ആ കരാറിൽ ഒപ്പിട്ടതെന്നാണ് പിന്നീട് രേഖപ്പെടുത്തിയത്. ബ്രിട്ടീഷുകാരനായ എഞ്ചിനീയർ ക്യാപ്റ്റൻ ജോൺ പെനിക്യുക്കാണ് നിർമ്മാണ മേൽനോട്ടം വഹിച്ചത്. പിൽക്കാലത്ത് ഡാമിന്റെ സമീപം പെനിക്യുക്കിന്റെ പ്രതിമ സ്ഥാപിച്ചു. അക്കാലത്ത് ഇന്ത്യയിൽ സിമന്റ് ഫാക്ടറികളോ സിമന്റിന്റെ ഉപയോഗമോ ഇല്ലായിരുന്നു. മണലും കുമ്മായവും ചേർത്ത് സുർക്കി എന്ന മിശ്രിതമാണ് ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. കരിങ്കല്ലും സുർക്കി മിശ്രിതവും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമാണ് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ ഡാമിന് 3 ഭാഗങ്ങളുണ്ട്. പ്രധാന ഡാമിന് 1200 അടി നീളമുണ്ട്. ഇരുവശങ്ങളിലായി സ്പിൽവേയും ബേബി ഡാമുമുണ്ട്. 2018 പ്രളയത്തിൽ ഡാം നിറയുകയും 13 സ്പിൽവേകൾ തുറക്കുകയും ചെയ്തു. 144 അടിയെ ഡാമിന്റെ ജലനിരപ്പ് നിജപ്പെടുത്തിയിരുന്നു. സുപ്രീം കോടതി വരെ നീണ്ട തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും തർക്കത്തിനൊടുവിൽ ജലനിരപ്പ് ഉയർത്താൻ സുപ്രീം കോടതി അനുവാദം നൽകി. അതിനുശേഷമാണ് കാട്ടുകല്ലുകളും മറ്റും ഉപയോഗിച്ച് ബേബി ഡാം നിർമ്മിച്ചത്. അതിനോട് ചേർന്ന് മൺകൂന കൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയ എർത്ത് ഡാമുമുണ്ട്. കാലപ്പഴക്കം കൊണ്ട് സുർക്കി മിശ്രിതം ഒലിച്ചു പോവുകയും ഡാമിന് വൻ ഭീഷണി ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ പരിസ്ഥിതി ലോല പ്രദേശമായ മുല്ലപ്പെരിയാർ മേഖല ഭൂകമ്പ ബാധിത മേഖല കൂടിയാണ്. അനേകം തവണ ചെറിയ ഭൂചലനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മേഘ വിസ്ഫോടനം കൊണ്ടോ പ്രളയം കൊണ്ടോ ബലക്ഷയം കൊണ്ടോ ഡാം തകരാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങൾ ഭയപ്പെടുന്നു. ഡാം പൊട്ടിയാൽ അതിന്റെ ആഘാതം താങ്ങാൻ കേരളത്തിന് കഴിയില്ല. കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും വൃക്ഷവും തകർന്ന കെട്ടിട അവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിലെത്താൻ 45 മിനിറ്റ് മതിയാവും. ജലപ്രവാഹത്തിൽ എല്ലാം നശിക്കും. ഇടുക്കി ഡാമിലെത്തുന്ന ഈ ജലവും മറ്റും ഡാമിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇടുക്കി ഡാം കൂടി തകർന്നാൽ കേരളത്തിലെ 6 ജില്ലകൾ ചെളിക്കുണ്ടായി മാറും. 3 നില കെട്ടിടത്തിന്റെ അത്ര പൊക്കത്തിൽ ചെളി നിറയുകയും കേരളം 3 ഭാഗമായി വിഭജിക്കപ്പെടും. ഒരു ദുരന്തമുണ്ടായാൽ കുറഞ്ഞത് 35 ലക്ഷം മനുഷ്യരുടെ ജീവനും അവയുടെ സകല സമ്പത്തും നഷ്ടമാകും. ജീവിച്ചിരിക്കുന്ന ജനങ്ങൾ പകർച്ചവ്യാധികൾ കൊണ്ടും പട്ടിണി കൊണ്ടും നരകിക്കും. വിദഗ്ധരായ പലരും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും പ്രതിവിധികൾ കാണണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കേരളം പലതവണ സുപ്രീം കോടതിയിൽ പോയിട്ടും തമിഴ്നാടിന് അനുകൂലമായ വിധികളാണ് വന്നിട്ടുള്ളത്. കേരളത്തിൽ 8000 ഏക്കർ ഭൂമി പാട്ട വ്യവസ്ഥയിലെടുത്ത വകയിൽ നമുക്ക് കിട്ടുന്നത് നാമമാത്രമായ പണം മാത്രമാണ്. ഇവിടെ നിന്നും വെള്ളം നടത്തി കൃഷി ചെയ്തും വൈദ്യുതി ഉണ്ടാക്കിയും തമിഴ്നാട് കോടാനുകോടി രൂപ ഉണ്ടാക്കുന്നു. ഇവിടെ ജീവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യ പിടിച്ചു ജീവിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അയൽ സംസ്ഥാനങ്ങൾ തമ്മിൽ വർഷങ്ങളായി തർക്കം നിലനിൽക്കുന്ന മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള പഠനം നടത്താനുള്ള കേരളത്തിന്റെ നിർദ്ദേശത്തെ എതിർത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ഭൂപേന്ദർ യാദവിന് അയച്ച കത്തിൽ മെയ് 28 വിദഗ്ധ വിലയിരുത്തൽ സമിതി യോഗത്തിൽ കേരളത്തിന്റെ നിർദ്ദേശം കേന്ദ്രം ഉൾപ്പെടുത്തിയതിനെ സ്റ്റാലിൻ എതിർത്തു. സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ച് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള പഠനം നടത്താനുള്ള കേരളത്തിന്റെ നിർദ്ദേശത്തെ കേന്ദ്ര സർക്കാർ പരിഗണിച്ചതിൽ തമിഴ്നാട് സർക്കാരിന്റെ ശക്തമായ എതിർപ്പ് അറിയിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകൾ ഈ വിഷയത്തിൽ വിവിധ തൽപര കക്ഷികൾ പാലിച്ചില്ലെങ്കിൽ കോടതിയലക്ഷ്യ ഹർജികൾ ഉൾപ്പെടെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുവെന്നും MK സ്റ്റാലിൻ പറയുന്നു. പുതിയ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പഠനത്തിലുള്ള കേരളത്തിന്റെ നിർദ്ദേശം അജണ്ടയിൽ നിന്ന് നീക്കാൻ കേന്ദ്ര ഉദ്യോഗസ്ഥർക്കും EACക്കും നിർദ്ദേശം നൽകണമെന്നാണ് സ്റ്റാലിൻ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവിനോട് ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.